ടെലി സെയിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ക്രിപ്റ്റ്. നമ്മൾ ഒരു കസ്റ്റമറെ വിളിക്കുന്നതിന് മുമ്പ് വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നമുക്ക് അത്യാവശ്യമാണ്. എങ്ങനെ വേണം കാള് തുടങ്ങാൻ, എങ്ങനെ പറഞ്ഞു തുടങ്ങണം, എന്തെല്ലാം പറയണം, എന്തെല്ലാം ചോദിക്കണം, അതെങ്ങനെ അതിൻ്റെ ആരോഹണം അങ്ങ് പോകണം, എങ്ങനെ അതിൻ്റെ പീക്കിലേക്ക് എത്തണം, ആ പീക്ക് ലെവലിൽ നമ്മൾ എന്തെല്ലാമാണ് സംസാരിക്കേണ്ടത്, എങ്ങനെ ക്ലോസിങ്ങിലേക്ക് അതിനെ കൊണ്ടുവരണം. ഇത് എഴുതി ഉണ്ടാക്കണം, കൈകൊണ്ട് പേനയിൽ എഴുതി തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് വായിക്കണം, വായിച്ച് പഠിക്കണം. നമ്മുടെ സ്റ്റാഫും അത് വായിച്ച് പഠിക്കണം. ഈ സ്ക്രിപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഒരു ബിസിനസ്സുകാരനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഏതൊരു ബിസിനസ്സുകാരനും അയാളുടെ സ്വപ്നമായിരിക്കും അയാളുടെ പ്രോഡക്റ്റും സർവീസും. അതേക്കുറിച്ച് എഴുതേണ്ടത് അയാൾ തന്നെയാണ്. കാരണം അത് എഴുതാനുള്ള കഴിവില്ലാത്ത ഒരാളെ നമുക്കൊരു ബിസിനസ്സുകാരന് പറയാൻ പറ്റില്ല. അത് മറ്റൊരാളെ എങ്ങനെയാണ് തൻ്റെ ആശയം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് ആ ബിസിനസ്സുകാരൻ തന്നെയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം അതിൻ്റെ കുറേ സാങ്കേതിക വശങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ സ്ക്രിപ്റ്റിൽ ചോദ്യങ്ങൾ കുറേ വേണം. കാരണം കസ്റ്റമറെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. കസ്റ്റമറെ കൊണ്ട് പറയിപ്പിക്കണം. സ്ക്രിപ്റ്റിൽ നമ്മൾ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കരുത്, കസ്റ്റമറെ കൊണ്ട് പറയിപ്പിക്കണം. അതിന് ഒരുപാട് ചോദ്യങ്ങൾ, എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാമോ അതെല്ലാം ചോദിക്കണം. ഇപ്പോൾ നമ്മുടെ ടെലി സ്റ്റാഫ് ഉണ്ടല്ലോ, അവരെ നമ്മൾ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അറിയാനൊരു ടെക്നിക്കുണ്ട്. ഓരോ സ്റ്റാഫുകളോടും ചോദിക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരികയാണ്, ഒന്ന് വഴി പറഞ്ഞു തരാൻ പറഞ്ഞു നോക്കുക. ചിലരൊക്കെ വഴി പറഞ്ഞു തരുന്നത് കേട്ടുണ്ടല്ലോ തലക്കെട്ടത് കൊടുക്കാൻ തോന്നും. അത്രയും വേഗമായിരിക്കും. നല്ല സൂപ്പർബായിട്ട് ക്ലാരിറ്റിയിൽ വഴി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സ്റ്റാഫ് ഒരു സൂപ്പർ ടെലികോളർ ആയിരിക്കും. അപ്പോൾ ഒരു ക്ലാരിറ്റി വേണം. നമ്മുടെ പ്രോഡക്റ്റ് പറയുമ്പോഴൊക്കെ ആ ഒരു ക്ലാരിറ്റി വളരെ അത്യാവശ്യമാണ്. പൊതുവേ സെയിൽസ് സ്ക്രിപ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ്. പക്ഷെ ഞാൻ സ്ക്രിപ്റ്റ് എന്നുള്ള വാക്ക് അധികം ഉപയോഗിക്കാറില്ല. ഞാനെപ്പോഴും സ്ക്രീൻ പ്ലേ എന്നാണ് പറയുന്നത്. എന്താണ് സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, സ്ക്രീൻ പ്ലേ കുറേ കൂടി ടെക്നിക്കലാണ്. ഇപ്പോൾ നമ്മൾ വിഷ്വൽ മീഡിയയിലൊക്കെ സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ ക്യാമറ ആംഗിൾസ് ഒരുപാട് കാര്യങ്ങളൊക്കെ സ്ക്രീൻ പ്ലേയിൽ വരും. ഇപ്പോൾ നമ്മൾ തന്നെ MT യുടെ തിരക്കഥ അതൊക്കെ വാങ്ങി വായിച്ചാൽ അതിൽ പ്രത്യേക കാര്യം ഉണ്ടാവും. ഡയലോഗ് കൂടാതെ ചില എക്സ്ട്രാ തിങ്സ് ഉണ്ടാവും. ശോകഭാവത്തോടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന ഒരു കർട്ടനാണ്, ഇന്ന രീതിയിലാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സെയിൽസ് സ്ക്രീൻ പ്ലേയിലും ചില കാര്യങ്ങൾ വേണം. ചില വോയിസ് മോഡുലേഷൻസ് വേണം. ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിന് ഓരോ ഭാവവിഹ്വാദികൾ കൂടി വേണം. കാരണം നമുക്കറിയാം, ഡയറക്റ്റ്ലി പോയിട്ടൊരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ നമുക്കുള്ള പല കാര്യങ്ങളും ടെലി സെയിൽസിലില്ല. നമ്മുടെ ശബ്ദത്തിലൂടെ, നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ള നമ്മുടെ ഇൻ്റർവെല്ല്, നമ്മുടെ ശ്രദ്ധ, കസ്റ്റമർ പറയുമ്പോൾ ഓവർ ആയിട്ട് നമ്മൾ പറയരുത്, ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക, കൃത്യമായ ഇടവേളകളിൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് വേണ്ടത്. ഈ സ്ക്രീൻ പ്ലേ നമ്മുടെ കോൾ ഫിയറിനെയും വലിയൊരു പരിധിവരെ ദൂരീകരിക്കും. കാരണം നമുക്കറിയാം അടുത്തത് എന്താ പറയേണ്ടത്, അതിനുശേഷം എന്താ പറയേണ്ടത് എന്നൊക്കെ ടെലികോളർക്ക് അറിയാം. അതിന് പിടിച്ച് നിൽക്കാനായിട്ടൊരു ടെലികോളർക്ക് സാധിക്കും എന്നുള്ളതാണ്. കസ്റ്റമറോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എങ്കിലേ കസ്റ്റമറുടെ പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കസ്റ്റമറുടെ ഒരു പെയിനെ ദൂരീകരിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ്. അതല്ല എങ്കിൽ കസ്റ്റമർക്ക് ഏതെങ്കിലും ഒരു പ്ലഷർ നൽകുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്ലഷർ കസ്റ്റമർ ആഗ്രഹിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റിയ ആളാണോ കസ്റ്റമർ എന്നുള്ളത് ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മൂലം ദൂരീകരിക്കപ്പെടുന്ന ഒരു ആ പെയിൻ ഈ കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ എത്രമാത്രം എന്നുള്ളത് ഒരു ടെലികോളർ കൃത്യമായിട്ട് ഒരു അസസ്മെൻറ്റ് നടത്തണം. അതിനാണ് ചോദ്യങ്ങൾ. അപ്പോൾ സ്ക്രീൻ പ്ലേ തയ്യാറാക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കൂടി അതിൽ ഫിക്സ് ആയിരിക്കണം. അങ്ങനെ ഒരു നല്ല പെർഫെക്റ്റ് സ്ക്രീൻ പ്ലേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ പ്ലേ വെച്ച് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അത് നമ്മുടെ കോൾ ഫിയറിനെയും മാറ്റും, കോളിൻ്റെ എഫിഷ്യൻസിയും ഒരുപാട് വർദ്ധിപ്പിക്കും.